ഹായ് ഗൈസ്, ഇന്നൊരു അടിപൊളി സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഒരു കൊറിയൻ ഫുഡ് വ്ളോഗർ ചെയ്യുന്ന കണ്ടിട്ട് ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് തോന്നിയപ്പോൾ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താമെന്ന് കരുതി. നമുക്ക് മൂവിയൊക്കെ കണ്ടുകൊണ്ട് കഴിക്കാതെ നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്കിതിന് ആദ്യം വേണ്ടത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് ബ്രെഡിനെ ക്യൂബ്സായി കട്ട് ചെയ്തത് വേണം. ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കാം, നമുക്ക് ഇത് ഇരിക്കും അപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ ഇങ്ങനെ വറുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ബ്രെഡ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ആദ്യം ഷുഗറിനൊന്ന് കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് കാരമലൈസ് ആക്കിയെടുക്കാം. നല്ല ബ്രൗൺ ആവുന്നവരെ നമുക്കിതൊന്ന് അലിഞ്ഞ് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് നന്നായി വഴറ്റി വരാം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അറിയാത്തവരുണ്ടെങ്കിൽ അവരോട് പറയണം. പുതിയ ചാനലാണ്, ബിഗിനറാണ്, അപ്പോൾ സപ്പോർട്ട് വേണം. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. മുന്നത്തെ വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം. പിന്നെ ഈ റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്, കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ കാരമലൈസ് ആവാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിങ്ങനെ നല്ല പതഞ്ഞ് വരുന്നുണ്ട്. നന്നായി ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഒരു ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് ചൂടായി മെൽറ്റായി വരണം. ഇതൊരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കാരമൽ സോസ്. അപ്പം ഇതൊന്ന് നന്നായി മെൽറ്റായി വരുമ്പോൾ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പാല്, ഇതിപ്പോൾ തണുത്ത പാൽ ഒഴിക്കുന്ന കാരണം അവിടെ ഷുഗർ ഒന്നിങ്ങനെ കട്ടിയായി, കാരമലൈസ് ആയ ഷുഗർ ഒന്നിങ്ങനെ കട്ട പിടിക്കും. അതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ അത് കുഴപ്പമൊന്നുമുള്ളതല്ല, മിക്സായി വരും. നമുക്കിതിങ്ങനെ ചൂടായി ആ പാലൊന്ന് ഹീറ്റായി വരുമ്പോൾ അതതിൽ അലിഞ്ഞു പോയിക്കോളും. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇതുണ്ടോ, ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഇത് കഴിക്കാൻ പറ്റും. ചായൻ്റെ കൂടെ ഈവനിങ് സ്നാക്കായിട്ട്, പിന്നെ അതേപോലെ തന്നെ മൂവീസ് കണ്ടിട്ട് വീക്കെൻഡ്, അതുകൊണ്ട് അത് വീക്കെൻഡ് തന്നെ ഇടുന്നത്. കാണുകയാണെങ്കിൽ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ച് വൈകിട്ട് നമുക്കിത് മൂവിയൊക്കെ കാണുന്ന സമയത്ത് ഫ്രീ ആയിരിക്കുമ്പോൾ ഫാമിലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സായി അലിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ച ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഞാൻ അതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിത് നന്നായി കോട്ടായി വരട്ടെ. ഈ ബ്രെഡിനകത്ത് ഇത് നന്നായി കോട്ടായി വരണം. നന്നായി മിക്സായി കോട്ടായി വരുമ്പോൾ നമുക്ക് ഒരു കൈപ്പിടി, അത് ഓപ്ഷണലാണ്, ഞാൻ കുറച്ചിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തത് മാത്രം, ആൽമണ്ടിൻ്റെ പൗഡറാണ്. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കി. അപ്പോൾ അതൊരു നമ്മളിങ്ങനെ അത് കഴിക്കുമ്പം ആ ക്രഞ്ചിനെസ്സിൻ്റെ കൂടെ ആ നട്ട്സിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ വേറൊരു നല്ലൊരു ടേസ്റ്റ്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വിടർത്തി മാറ്റി വെക്കണം കേട്ടോ. കട്ട പിടിച്ചാൽ ഇതിങ്ങനെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടിപ്പോവും. അപ്പോൾ നമ്മളതൊന്ന് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടൈം ഇതിങ്ങനെ ഗ്യാപ്പ് വിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വയ്ക്കുക. എന്നിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടോ, അടച്ചു വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ കഴിക്കാൻ സ്നാക്കായിട്ട് ഇങ്ങനെ ചായൻ്റെ കൂടെയും ഫിലിം കാണുമ്പോഴൊക്കെ അങ്ങനെ കഴിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്ക് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം. അപ്പം മറ്റൊരു റെസിപ്പിയുമായി പിന്നെ ഒരു ദിവസം കാണുന്നവരെ ബൈ.